മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷംസീർ, എന്തായാലും വളരെ പ്രതീക്ഷയോടെ നമുക്ക് നോക്കാൻ കഴിയുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി തെരച്ചിൽ കൂടുതൽ എളുപ്പമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും ജിൽസി, റഡാറിൽ ഈ ലോറിയുടെ സ്ഥാനം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ എളുപ്പമാകുന്നതിന്റെ സൂചനയായി കൂടി വേണം ഇതിനെ കാണാൻ. ഇന്നലെ GPS സംവിധാനം നേരത്തെ തന്നെ കൃത്യമായി GPS വഴിയുള്ള എവിടെയാണ് കൃത്യമായി എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നുവെങ്കിൽ കൂടി റഡാർ പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം കൃത്യമായി എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ എളുപ്പമാക്കുക. ഇനി തുടർന്ന് ഈ മേഖല കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള കാര്യമായിരിക്കും രക്ഷാപ്രവർത്തകർ നോക്കുക. ഈ റഡാർ ഉപയോഗിച്ച് നേരത്തെ തന്നെ പരിശോധനകൾ തുടങ്ങിയിരുന്നു. ഇപ്പോൾ അതിൽ കൃത്യമായി ലോറി നിൽക്കുന്ന പൊസിഷൻ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അർജുൻ നിൽക്കുന്ന മേഖല കൃത്യമായി തിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് നീങ്ങാൻ കഴിയുമെന്നും അവിടെ നിന്ന് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. NDRF സംഘം അവിടെയുണ്ട്, SDRF സംഘമുണ്ട്, ഫയർഫോഴ്സ് സംഘമുണ്ട്, നേവി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഈ പുഴയിൽ നേരത്തെ ഈ ലോറി ഇല്ല എന്നുള്ള കാര്യം ഏറെക്കുറെ സ്ഥിരീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ റഡാറിൽ ലോറി കണ്ടെത്തിയ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണെങ്കിൽ അർജുന്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിയും എന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, നമുക്കറിയാവുന്ന പോലെ തന്നെ അർജുൻ ജീവനോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും കുടുംബം തുടരുന്നത്. തീർച്ചയായും ഷംസീർ, അത്തരം പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം ഇപ്പോഴും. ജീവനോടെ ഉണ്ടാകും, മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകും, വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുള്ളത്. എന്തായാലും കുടുംബത്തിന് അല്പമെങ്കിലും ആശ്വാസം പകരുന്ന വാർത്തകൾ കൂടിയാണ്.